കാറിൽ അഭ്യാസം കാണിച്ചത്. എന്തായാലും അതിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി വരുന്നുണ്ട്. ഡ്രൈവിംഗ് പരിശീലനം, അതായത് വാഹനം ഓടിച്ചിരുന്ന യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കി. പക്ഷേ അവിടെ തീരുന്നില്ല. അഭ്യാസം ആവർത്തിക്കുന്നത് കൊണ്ട് പരിശോധന കർശനമാക്കാനാണ് MVDയുടെ തീരുമാനം. ഇങ്ങനെ അഭ്യാസം കാണിക്കുന്ന സംഘത്തിലെ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് പരിശീലനത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. ബാക്കി രണ്ടുപേരും മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലെ പരിശീലന കേന്ദ്രത്തിൽ 8 ദിവസം ക്ലാസ്സിൽ പങ്കെടുക്കണം. പരിശീലനം പൂർത്തിയാക്കിയാലേ പിടിച്ചെടുത്ത കാർ തിരിച്ചു നൽകുകയുള്ളൂ. കമ്മ്യൂണിറ്റി സർവീസ് നമുക്ക് ചെയ്യിക്കാം. പല ആൾക്കാരും ചോദിച്ചു ഇങ്ങനെ RTOമാർക്ക് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. അതിന് നിയമം വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് മാനസിക പരിവർത്തനം ഉണ്ടാകുന്നതിന് കമ്മ്യൂണിറ്റി സർവീസുകൾ ചെയ്യാം എന്ന് നിയമം നിലവിലുണ്ട്. അതാ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല വെറുതെ നമുക്ക് തോന്നിയ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ. KP റോഡിൽ മുൻപ് അഭ്യാസം നടത്തിയവർക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലും പത്തനാപുരം ഗാന്ധി ഭവനിലും ഒരാഴ്ചത്തെ സേവനമായിരുന്നു ശിക്ഷ. എന്നിട്ടും അഭ്യാസം ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് നടപടി കർശനമാക്കുന്നത്. അഭ്യാസം കാണിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്കും ഉടമയ്ക്കുമെതിരെ കൂടുതൽ ശക്തമായ നടപടിയെടുക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.